ഹായ്, ഞങ്ങളിന്നൊരു യാത്ര പോവാം കേട്ടോ. ഞങ്ങളിന്ന് യാത്ര എന്ന് പറയുമ്പോൾ കണ്ണൂർ വരെ പോകുന്നുള്ളൂ. പക്ഷെ അതിനിടയ്ക്ക് നമുക്കൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാനുണ്ട്. അപ്പോൾ അവരുടെ വീട് വരുന്നത് ഇരിട്ടി കൊട്ടിയൂർ അമ്പലമൊക്കെ കേട്ടിട്ടില്ലേ, ആ ഭാഗത്തേക്ക് പോകുന്നിടത്താണ്. അപ്പോൾ അവിടെ കയറിയിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ച് കണ്ണൂർ വരാൻ. അപ്പോൾ ഞങ്ങൾ ഒരു ഉച്ചയ്ക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, 12 മണിയായി. അപ്പോൾ അവിടെ എല്ലാം പോയിട്ട് ഞങ്ങൾ നേരെ കണ്ണൂരെത്തി. അപ്പോൾ സ്നോ വേൾഡ് എന്നാണ് ഈ പരിപാടീൻ്റെ പേര് കേട്ടോ. ഈ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ കണ്ണൂർ ഇതുപോലത്തെ പരിപാടികളൊക്കെ വരാറുണ്ട്. എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരാറുണ്ട്. ഒരിക്കൽ ടൈറ്റാനിക് കപ്പലില്ലേ, അതിൻ്റെ ഉള്ളിൽ കയറുന്ന പോലത്തെ ഒരു എക്സ്പോ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം സ്നോലാൻഡ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടെ എത്തി ടിക്കറ്റ് എടുത്തപ്പോൾ ഒരു 120 രൂപയാണ് ഒരാൾക്ക്. അപ്പോൾ നമുക്ക് രണ്ടാൾക്കും ടിക്കറ്റ് എടുത്തു. മോന് പിന്നെ ഫ്രീ ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴത്തേക്ക് തന്നെ ഭയങ്കര തണുപ്പെല്ലാക്കിയിട്ട് AC ഇട്ടിട്ടുണ്ട്. അങ്ങനെ തണുപ്പും പിന്നെ ചെറിയൊരു ഫോഗ് മാതിരി ആക്കിയിട്ടുണ്ട് അവർ. അതെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു ആനേൻ്റെ രൂപവും അങ്ങനെയൊക്കെ. ഈ സൈഡിലെല്ലാം ഇങ്ങനെ കോട്ടൺ പഞ്ഞി തെർമോക്കോളൊക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങളാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് രസിച്ചില്ല. ഒരു വലിയ രസമൊന്നും തോന്നിയില്ല. പിന്നെ ഈ അകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ രൂപങ്ങളുണ്ടല്ലോ, ഇത് കാണാനൊരു രസമുണ്ട്. ഒരു ഒറിജിനാലിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്ന പോലത്തെ സാധനങ്ങൾ ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഉണ്ട്. ഈ കേവിൻ്റെ അകത്തുണ്ട് ഒരു എന്താ പറയുക, അതിൻ്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല. ഈ ഹിമപ്പുലി എന്നൊക്കെ പറയുന്ന പോലത്തെ അല്ലേ, ഹിമക്കരടിയാന്ന് തോന്നുന്നു, അങ്ങനത്തെ സാധനമുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ നിലമൊക്കെ ഒരുമാതിരി അലമ്പ് പിടിച്ചിട്ടാണുള്ളത്. തെർമോക്കോളിൻ്റെ ഒക്കെ ചെറിയ ബോൾസും അതൊക്കെ ഇട്ടിട്ടാണ്. ഈ മഞ്ഞ് കോട്ടൺ പഞ്ഞിയെല്ലാം വെച്ചിട്ട് മരം അങ്ങനെ എന്തൊക്കെയുണ്ട്, കുറെ കാണാനുണ്ട്. പക്ഷെ എങ്കിൽ 120 രൂപയ്ക്കുള്ളതുണ്ടോ ചോദിച്ചാൽ ചിലപ്പോൾ ഇല്ലാതെ അറിയേണ്ടി വരും. പെട്ടെന്ന് കണ്ടിറങ്ങേണ്ടത് മാത്രമേ ഉള്ളൂ. പിന്നെ അവരുടെ ഹാർഡ് വർക്കിന് അവരിട്ട വിലയില്ലേ, അപ്പം നമുക്കതിന് കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ ഒരു സന്തോഷം, നമ്മളെക്കാട്ടി സന്തോഷം മോനാണ്. കാരണം ഇതുപോലത്തെ സാധനത്തിന് നേരിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. നേരിട്ട് കാണുന്ന പോലെ തന്നെ ഉണ്ടല്ലോ കാണാൻ, അത്ര മോശമായിട്ടൊന്നും കാണുമ്പോൾ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അത് മതിയല്ലോ. പിന്നെ അങ്ങനെ ഇതിൻ്റെ അകത്ത് ഒരുപാട് ആളുണ്ട്. ഇനിയിപ്പോൾ ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര തിരക്കായിരിക്കും. ഈ ഭാഗത്തേക്കൊന്നും അടുക്കാനേ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങളിവിടെ നടക്കുന്ന എല്ലാ എക്സ്പോയും കാണാൻ വരാറുണ്ട്. ഒരു എന്താണ് ഇതിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണം കാണാൻ വന്നില്ല എന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ ഞങ്ങൾ കാണാൻ വരാറുണ്ട്. ഇതൊരു രസമല്ലേ. ഇത് വലിയതിൻ്റെ അല്ല, നമുക്ക് വലിയ ദൂരം യാത്രകളൊന്നും പോകാൻ പറ്റിയില്ലെങ്കിലും ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ഒന്ന് പുറത്ത് പോകുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്നെയാണ്. ഇവിടെ പെൻഗിനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറേ മൃഗങ്ങളുടെ രൂപങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ അവർ തെർമോക്കോളിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയതാണ്. മോനിതൊക്കെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. എൻ്റെ ഫോട്ടോസൊക്കെ കുറവാട്ടോ, കാരണം ഞാനാണ് ഫോൺ പിടിച്ചത്. അപ്പോൾ അവർ രണ്ടുപേരെയും നിർത്തി ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുപ്പിൻ്റെ തിരക്കില്ല. അപ്പോൾ അവരൊക്കെ മാറുന്നതിനാണ് നമ്മൾ ഫോട്ടോ എടുക്കണേ. അപ്പോൾ ഇത് ഏകദേശമൊക്കെ ഒന്ന് തീരാനായിട്ടുണ്ട്. ഈ സാധനത്തിനെ കണ്ടോ, ഇതിൻ്റെ പേരെന്തായിരുന്നു എനിക്ക് ഓർമ്മയില്ല. ഈലല്ലല്ലോ, അങ്ങനെ എന്തോ ഒരു പേരല്ലേ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഉമ്മാനേട്ടിനെ കയറ്റി ഇരുത്തി ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഇനിയിപ്പോൾ ഇതിനകത്തുനിന്ന് ഇറങ്ങാനാണ് പ്രയാസം. എനിക്ക് വേഗം ഇതിനകത്തുനിന്ന് ഇറങ്ങിയാൽ മതി എന്നായിപ്പോൾ. എനിക്കങ്ങോട്ട് തീരെ പിടിക്കുന്നുണ്ടായിരുന്നില്ല ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇതൊക്കെ കണ്ടു ഞങ്ങളിങ്ങനെ പതുക്കെ. ഇതിനകത്തത് സമയം തന്നെ നമുക്ക് 8 മണീൻ്റെ ബസ്സിന് തിരിച്ച് വീട്ടിൽ പോകേണ്ടതാണ്. അപ്പം നമ്മൾ കണ്ണൂർ എത്തുമ്പോൾ തന്നെ 6:30 അപ്പം ഞങ്ങൾ ഓടി പിടിച്ചതെന്നെല്ലാം കണ്ടത്. ഇന്ന് സാധാരണത്തിലൊന്നും അല്ല കണ്ടത്. വളരെ പെട്ടെന്ന് ഇറങ്ങിയിട്ട് നാട്ടിലേക്കുള്ള ലാസ്റ്റ് ബസ്സാണ്. അപ്പം അത് പിടിച്ചാലേ എത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഓട്ടോ വിളിച്ചൊക്കെ പോകേണ്ടി വരും. 100-200 രൂപയാവും ഓട്ടോയ്ക്ക് വീട്ടിലേക്ക് പോകണമെങ്കിൽ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര സ്പീഡിലാണ് എല്ലാം കണ്ടത്. നിന്നൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ സാറില്ല, അങ്ങനെ നിന്ന് കാണാൻ തക്കന്നുള്ളതൊന്നും ഇല്ല. ഈ ചോറ് പോലത്തെ സാധനത്തിൽ ഇരുന്നിട്ട് കണ്ട അതിനെ ഫോട്ടോ ഒക്കെ എടുത്തു. ഞാനും മോനും ഇരുന്നു, ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതോടുകൂടി ഇതിനകത്തെ പരിപാടികളെല്ലാം തീർന്നു. ഇനിയിപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുവാണ് കേട്ടോ. ശരിക്കും ചോദിച്ചാൽ 120 രൂപയുടെ സാധനമൊന്നും ഇല്ല, വലിയ രസമൊന്നും ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഫുൾ സാധനങ്ങൾ വിൽക്കാനെല്ലാം വെച്ചിട്ടുള്ള സ്റ്റോളുകളുണ്ട്. ഇഷ്ടംപോലെ സ്റ്റോളുകളുണ്ട്. പൈസയൊക്കെ കൊണ്ടുപോയാൽ നമുക്ക് ചാകരയാണ്, എന്നാ വേണേലും വാങ്ങിക്കാം. കമ്മലുകളെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ കമ്മലുകളുണ്ടായിരുന്നു.
ഏതെടുക്കണമെന്ന് എനിക്ക് കൺഫ്യൂഷനായിപ്പോയി. അതുകൊണ്ട് ഞാനൊന്നും വാങ്ങിയില്ല. ഇനി എപ്പോഴെങ്കിലും പൈസ ആകുമ്പോൾ വന്നിട്ട് വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്ക് ഇങ്ങനത്തെ മാലയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സിമ്പിൾ. ഇവിടെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കേട്ടോ. ബെഡ്ഷീറ്റ്, ചെരുപ്പ്, നൈറ്റി, ചെടികള് എന്ന് വേണ്ട സകല സാധനങ്ങൾ. നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു എക്സ്പോയ്ക്കൊക്കെ പോയാൽ എന്തായാലും ഇഷ്ടംപോലെ സ്റ്റോളുകൾ ഉണ്ടാവുമല്ലോ. നല്ല പൈസയൊക്കെ ആയിട്ട് പോയാൽ നമുക്ക് എന്നാ വേണേലും വാങ്ങിക്കാം. അപ്പൊ എനിക്കിങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഞങ്ങളിപ്പോ ഒന്നും വാങ്ങുന്നില്ല. ഇനി പൈസയൊക്കെ ആയാലും ഇടയ്ക്കൊന്ന് വരണമെന്ന് വിചാരിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ഇതുപോലെ എക്സ്പോയിൽ ഞാൻ കുറച്ച് ചെടികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കേടായിപ്പോയി. അതുകൊണ്ട് ഞാൻ എല്ലാത്തിൻ്റെ വിലയും നോക്കി ചോദിക്കുകയും കാണുകയൊക്കെ ചെയ്തിട്ട് ഞാനൊന്നും വാങ്ങാണ്ട് ഇങ്ങനെ പോരുന്നു അവിടുന്ന്. അപ്പൊ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഫുൾ നാടൻ മിഠായികളാണ്. നമ്മളെ പണ്ടത്തെ മിഠായികളൊക്കെ, പുളിമിഠായിയും അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഞങ്ങളിതൊന്നും വാങ്ങിയില്ല. അപ്പൊ ഇത് കോട്ടൺ ക്യാൻഡി ഉണ്ടാക്കുന്നതാണ് പിന്നെ കണ്ടത്. അപ്പൊ അത് നമ്മൾ റേറ്റ് വെച്ചപ്പോൾ 50 രൂപ പറഞ്ഞുകൊണ്ട് വാങ്ങാണ്ടിങ്ങ് പോരുന്നതാണ്. ഞാനിവിടെ വന്നിങ്ങനെ നിൽക്കുമ്പോൾ അച്ഛനെയും മോനെയും കാണുന്നില്ല. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോണ്ട് അവര് രണ്ടുപേരും ഇത് കോട്ടൺ ക്യാൻഡി വാങ്ങുന്നു. അങ്ങനെ ഞാൻ അവിടെ വരെ പോയി. അപ്പൊ അത് ഇവര് ഉണ്ടാക്കണത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. പണ്ട് നമ്മളവിടെയൊക്കെ ഇങ്ങനെ മണി അടിച്ച് കൊണ്ടുവരുമായിരുന്നു, കൊണ്ടുപോയി കൂടാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ വാങ്ങി കഴിച്ചിട്ടേ ഉള്ളൂ. അത് അല്ലാണ്ട് ഇത് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ ഇത് വാങ്ങി, ഇതിന് 50 രൂപയായി. പക്ഷേങ്കിലുണ്ടല്ലോ, ഇത് 50 രൂപയാണെങ്കിലും ഇതിന് ഭയങ്കര മധുരമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മോൻ അധികം കഴിച്ചില്ല. ഇവന്റെ വായിലൊക്കെ ഒട്ടുന്നെന്ന് പറഞ്ഞിട്ട് ചുണ്ടിലൊക്കെ ഒട്ടിപ്പിടിക്കും. അപ്പൊ അതുകൊണ്ട് മാനൂട്ടിനത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ രണ്ടുപേരുടെ എങ്ങനെയൊക്കെയോ കഴിച്ചു തീർത്തു. അപ്പൊ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഇനി എന്താന്ന് വെച്ചാല് ഫുഡ് കോർട്ടുകളാണ്. എന്തൊക്കെയോ കഴിക്കാനുണ്ട് കേട്ടോ. ഞങ്ങൾ പൊതുവെ ഇങ്ങനത്തെ സ്ഥലത്തൊന്നും ഇങ്ങനെ കഴിക്കൽ കുറവാണ്. പിന്നെ കണ്ടപ്പോൾ ഒരു പൊട്ടറ്റോ ട്വിസ്റ്റർ ഇതുവരെ കഴിച്ചിട്ടില്ല, കഴിക്കണമെന്ന് വിചാരിച്ചാ. അതിന് 50 രൂപ. സ്വീറ്റ് കോൺ കണ്ടു, അതും കഴിച്ചിട്ടില്ല. അപ്പൊ അതിന് 50 രൂപ. അതുകൊണ്ട് അത് രണ്ടും വാങ്ങിയില്ല. വയ്യ വന്നപ്പോഴത്തേക്ക് ഇതാ മാനുവായിട്ട് ഇങ്ങനെ കളിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഓനെ കാണുന്ന എല്ലാ റൈഡിലും കയറണമെന്നായി. അപ്പൊ ഈ ഒരു റൈഡ് ഇത് ട്രെയിൻ പോലെ ഓടുന്നയാ. അപ്പൊ ഇതാവുമ്പോൾ അവന് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് ഇരിക്കാം, പതുക്കെ പോകുള്ളൂ. പിന്നെ നമ്മൾ ഒരിക്കൽ വിസ്മയ പോയ സമയത്ത് അവൻ ഇതുപോലത്തെ ഒരു ട്രെയിനിൽ കയറിയ എക്സ്പീരിയൻസ് അവനുണ്ട്. അപ്പൊ അതുകൊണ്ട് അവന് പേടിയൊന്നുമില്ല. പക്ഷേങ്കിലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല പേടിയുണ്ടായിരുന്നു. ഇവൻ ഇരിക്കുവോ, ഇവൻ എങ്ങനെയാണ് നോക്കുമ്പോൾ അവനൊരു കുഴപ്പമില്ല കേട്ടോ. നമ്മൾ പേടിച്ചത് വെറുതെയായി. എന്നാലും ഇവന് ഇറങ്ങുന്നവർ ഇനിയൊരു ടെൻഷൻ ഉണ്ടാവും. എന്നാലും മാനോട്ടൻ ഹാപ്പി ആയി കേട്ടോ. അതിനിടയ്ക്ക് ഞങ്ങളിങ്ങനെ ഇവനിങ്ങനെ പോകുന്നത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കുണ്ട് ഒരാൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ സെന്റി അടിച്ചു കേട്ടോ. സെന്റി അടിച്ചെന്ന് വെച്ചാൽ മാനോട്ടനെ ഞങ്ങൾക്ക് ഇതുവരെ മോനായതിനു ശേഷം അവന് ഞങ്ങൾക്ക് കാര്യമായിട്ടുള്ളതൊന്നും അവനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള സന്തോഷങ്ങളൊന്നും കൊടുക്കാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവനിങ്ങനെ പോകുന്നതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഏട്ടന് ഭയങ്കര വിഷമായി. ആള് കുറച്ച് ഒന്ന് കണ്ണൊക്കെ ഒന്ന് നനഞ്ഞു. ഞാൻ കുറച്ച് കളിയാക്കുകയൊക്കെ ചെയ്ത് വന്നാലും പുള്ളിക്ക് ഭയങ്കര വിഷമായി. എന്നോട് പറഞ്ഞു വീഡിയോ ഒന്നും എടുക്കില്ലെന്ന് പറഞ്ഞു. എന്നാലും ഞാൻ എടുത്തു. ആൾക്ക് എന്താന്ന് വെച്ചാല് മോന്റെ കാര്യങ്ങളൊന്നും ഇതുവരെ അങ്ങോട്ട് ചെയ്യാൻ പറ്റാത്തതിലുള്ളൊരു വിഷമമുണ്ട്. പിന്നെ അതൊക്കെ പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് വീട്ടും. ചെക്കൻ്റെ ഇങ്ങനെ ഫുൾ കറങ്ങലാണ്. അച്ഛൻ ഇവിടെ നിന്ന് സെന്റ് അടിക്കുന്നുണ്ട്. അങ്ങനെ മാനോട്ടിന് ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഇതിനകത്തുനിന്ന് ഇറക്കി. ഇറങ്ങാൻ ചെക്കൻ കൂട്ടാക്കുന്നേ ഉണ്ടായിരുന്നില്ല, ഭയങ്കര വഴക്കായിരുന്നു. പിന്നെ അപ്പുറത്തൊരു വലിയ കുട്ടികൾ കളിക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ. ഇവനവിടെ പോകണമെന്ന് പറഞ്ഞു. പക്ഷെ അതിൽ കയറിയാല് കുട്ടികളെ ചാടി മറിയുന്നതല്ലേ, ഇവൻ ചമ്മന്തി പരിപാടി പോകും. അതുകൊണ്ട് ഞങ്ങൾ അതിലൊന്നും കയറ്റാണ്ട് എങ്ങനെയൊക്കെയോ പിടിച്ച് വലിച്ച് കൊണ്ടുവന്ന്. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ ഫ്രഞ്ച് ഫ്രൈസിന്റെ ഒരു സ്റ്റോള് കണ്ടു. അപ്പൊ അത് ഇതുവരെ ഞങ്ങൾ കഴിച്ചിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും കഴിച്ചിട്ടില്ല കേട്ടോ. ഇത് കഴിക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് മഴയും പെയ്തു. അപ്പൊ ഇതിന് 50 രൂപയാണ്. അങ്ങനെ ഒരു പ്ലേറ്റ് വാങ്ങിച്ചു നോക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അപ്പൊ ഞങ്ങൾ പറയുകയും ചെയ്തു ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ എന്ന്. അങ്ങനെ മഴയൊക്കെ മാറി ഞങ്ങൾ ഇത് കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് 2 കുട്ടികൾ വന്നിട്ട് മാനോട്ടിന് ഒരു ബലൂൺ കൊടുത്തു. അപ്പൊ അതിന് 50 രൂപയായി. ഇങ്ങനെ ഒരു ബലൂണും വാങ്ങിയിട്ട് ഞങ്ങൾ വേഗം പുറത്തിറങ്ങി. കാരണം നമുക്ക് 8 മണീന്റെ ബസ് കിട്ടണമല്ലോ, ഇല്ലെങ്കിൽ ഞങ്ങൾ കണ്ണൂര് പെട്ടുപോകും. അപ്പൊ പുറത്ത് വന്നപ്പോൾ ഒരു ഓട്ടോ കിട്ടി. അങ്ങനെ ഓട്ടോ ചേട്ടനോട് പറഞ്ഞു ഇങ്ങനെ 8 മണിക്ക് ബസ് ഉണ്ടെന്ന്. പുള്ളിക്കാരൻ പറപ്പിച്ച് ഇട്ടതുകൊണ്ട് ഞങ്ങൾ വേഗം എത്തി. പുള്ളി പിന്നെ ബസ് അപ്പോഴത്തേക്ക് പുറത്തിട്ടു അവിടുന്ന്. പുള്ളി പിന്നെ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് നിർത്തിയിട്ട് ഞങ്ങൾ പിന്നെ വേഗം ഓടി ബസ്സിൽ കയറി. അപ്പൊ നാട്ടിലേക്കുള്ള ബസ്സാണ് കേട്ടോ. ഈ ബസ് നമ്മളെ പരിചയക്കാരൻ തന്നെയാണ് എല്ലാവരും. ശശിയേട്ടനും പവിയേട്ടനും ഒക്കെ കണ്ടക്ടറും ക്ലീനറും ഒക്കെ നമുക്ക് പരിചയക്കാരാണ്. അപ്പൊ അതുകൊണ്ട് നല്ല സന്തോഷമായിട്ട് ഞങ്ങൾ അപ്പോൾ കണ്ണൂർ എക്സ്പോ ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇനി തിരിച്ചു പോവാണ്. വലിയ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ ഇടയ്ക്കൊരു യാത്ര ഇതുപോലെ പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പം അത്രയും വലിയ വീഡിയോ. അപ്പം എല്ലാവർക്കും ബൈ.